കമൽഹാസനെ പോലെ സ്വകാര്യ ജീവിതം ചർച്ച ചെയ്യാൻ നടന്മാർ സിനിമാ ലോകത്ത് കുറവാണ്. ഒന്നിലേറെ ബന്ധങ്ങൾ കമൽഹാസന്റെ ജീവിതത്തിലുണ്ടായി. കമ്മിറ്റ്മെന്റ് ഇഷ്യൂ ഉള്ള വ്യക്തിയാണ് കമൽഹാസൻ എന്ന പ്രതിച്ഛായയുള്ള ഇതിനോടകം വന്നിട്ടുണ്ട്. അത്രമാത്രം പങ്കാളികളാണ് നടന്റെ ജീവിതത്തിൽ വന്നുപോയത്. നർത്തകി വാണി ഗണപതിയാണ് കമൽ ആദ്യമായി വിവാഹം ചെയ്തത്. സിനിമാ ലോകത്ത് നിരവധി പേർ പങ്കെടുത്ത വിവാഹമായിരുന്നു ഇത്. കമൽഹാസന്റെ കുടുംബത്തിന് വാണി പ്രിയങ്കരിയായി. കമലിന്റെ സഹോദരി ചാരുഹാസന്റെ മകളാണ് നടി സുഹാസിനി. വാണി സുഹാസിനിയുടെ അടുത്ത കൂട്ടുകാരിയായി മാറുകയും ചെയ്തു. 1978-ലായിരുന്നു കമലഹാസൻ വാണി വിവാഹം. എന്നാൽ 10 വർഷം ശേഷം ഈ ബന്ധം അവസാനിപ്പിച്ചു. വാണിയുടെ ഭർത്താവായിരിക്കെ സരിഗയുമായി കമലഹാസൻ അടുത്തു. കാരണം അപ്പോൾ ഈ ബന്ധത്തിൽ വിള്ളലുകൾ വന്നിരുന്നു. കമലഹാസൻ രേഖയുമായി സൗഹൃദത്തിലായിരുന്ന കാലത്ത് വാണിയുടെ ഭർത്താവ്. അക്കാലത്ത് ഇവരെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നു. ഒരിക്കൽ ഹോട്ടൽ സ്റ്റാഫ് പറഞ്ഞ വാക്കുകളുടെ പേരിൽ ഒരു ഗോസിപ്പ് വ്യാപകമായി പ്രതികരിച്ചു. 1979 ചെന്നൈയിലെ ഹോട്ടലിൽ വർക്ക് ചെയ്യുകയായിരുന്നു ഞാൻ. ഒരു ദിവസം രാത്രി ഞാൻ വർക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെ തിരക്ക് കണ്ടു. റിസപ്ഷനിൽ ഒരു പെൺകുട്ടി എന്നോട് സമ്മതം ചോദിച്ചു. കമൽഹാസന്റെ ഹോട്ടൽ മുറിയിൽ കമലിനൊപ്പം രേഖ ഉണ്ടായിരുന്നു. ഈ സമയത്ത് കമലിന്റെ ഭാര്യ വാണി ഗണപതി ഹോട്ടൽ മുറിയിലേക്ക് വന്നു. വാണി കമലിനെ വഴക്ക് പറഞ്ഞ് പ്രശ്നമാക്കിയെന്ന് അന്ന് അവർ പറഞ്ഞുണ്ടാക്കിയ ഗോസിപ്പ്. ഈ പ്രശ്നം കാരണമാണ് വീണ്ടും കോകില എന്ന സിനിമയിൽ നിന്നും രേഖയെ നായികസ്ഥാനത്ത് നിന്നും മാറ്റി നടി ഉണ്ണിമേരിയെ പകരമായി എത്തിയെന്ന് അക്കാലത്തെ ഗോസിപ്പുകൾ വന്നു. നടി സരികയുമായി കമൽ അടുത്തതോടെയാണ് വാണി ഗണപതി ബന്ധം പിരിഞ്ഞത്. സരിക ഹിന്ദി സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്താണ് കമലുമായി അടുക്കുന്നത്. മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് മാറിയ സരിക കമലിനൊപ്പം വിവാഹ ജീവിതവും നയിച്ചു. ശ്രുതി ഹാസൻ, അക്ഷര ഹാസൻ എന്നീ രണ്ട് മക്കളും ഇവർക്ക് പിറന്നു. 2004-ൽ സരികയും കമൽഹാസൻ പിരിഞ്ഞു. ഇതിനുശേഷമാണ് ഗൗതമി കമലിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്നാൽ ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നില്ല. 13 വർഷത്തോളം ഇരുവരും ലിവ് ഇൻ റിലേഷൻഷിപ്പ് ആയിരുന്നു. ആദ്യ വിവാഹബന്ധത്തിൽ ഗൗതമിക്ക് ഒരു മകളുണ്ട്. ഒരു ഘട്ടത്തിൽ കമലുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഗൗതമി തീരുമാനിച്ചു. സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കമൽഹാസനും അന്തരിച്ച നടി ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയബന്ധമായിരുന്നു. ശ്രീവിദ്യയുമായുള്ള പ്രണയബന്ധം തകർന്ന ശേഷമാണ് വാണി ഗണപതിയെ കമൽ വിവാഹം ചെയ്തത്. തഗ് ഓഫ് ലൈഫ് ആണ് കമൽഹാസന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിയ തഗ് ഓഫ് ലൈഫ് ബോക്സ് ഓഫീസിൽ വമ്പനായിട്ട് പരാജയപ്പെട്ടു.